രേണുസുതി ആരുടെയൊക്കെയോ പ്രിയങ്കരി. തൽക്കാലത്തേക്ക് ഒന്ന് നിർത്തിക്കൂടെ ഈ പരിപാടി? തൽക്കാലത്തേക്ക് ഏ സി നിങ്ങളുടെ ജീവിതമാർഗം യൂട്യൂബ് ചാനൽ, നിങ്ങൾക്ക് വീഡിയോ എടുക്കാൻ ആരോ വരുന്നുണ്ടല്ലോ, അയാൾ വന്ന് വീഡിയോ എടുത്ത് പോയി എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ യൂട്യൂബിലിട്ട് അതിനകത്തൊന്ന് റവന്യൂ കിട്ടി മുന്നോട്ട് പോ. നിങ്ങളുടെ ഈ അസുഖമൊക്കെ ഒന്ന് മാറുന്നോടം വരെ അങ്ങനെ മുന്നോട്ട് പോ. നിങ്ങൾ വീഡിയോ ഇടണം, വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഈ സാധനം, ഈ ഫോണ്, ഇത് കയ്യിൽ നിങ്ങൾക്ക് ഇപ്പോൾ വെക്കാൻ പാടില്ല എന്നല്ലേ ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത്? ഇല്ല, ഡോക്ടേഴ്സ് പറയണ്ട, പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഇപ്പം നിങ്ങൾക്കൊരു അസുഖമില്ലേ? റേഡിയേഷൻ ഭയങ്കരമല്ലേ ഈ സാധനം കയ്യിരിക്കുമ്പോൾ? ഇപ്പോഴും ഇന്നലെ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. നിങ്ങൾക്ക് വീട് വെക്കാൻ സ്ഥലം തന്ന ആ മാന്യ അദ്ദേഹത്തിനെതിരെ എന്തോ വീഡിയോ ചെയ്തതിന്റെ പേരിൽ ഒരു യൂട്യൂബറെ പൊക്കിക്കൊണ്ടുപോയി. അതിന്റെ സന്തോഷം നിങ്ങൾക്ക് കൊണ്ട് സന്തോഷ പ്രകടനം നടത്തിക്കോ. പക്ഷേ ഈ ഫോണിലൂടെ ഒരു പരിധിയിൽ കൂടുതൽ നിങ്ങൾ സന്തോഷ പ്രകടനത്തിന് ഇറങ്ങാതെ പിടികിട്ടിയോ? നാളെ അത് നിങ്ങൾക്ക് തന്നെ തിരിച്ചടിയായി മാറും. ഓക്കെ. പിന്നെ ആ മാന്യ അദ്ദേഹം, വീട് വെക്കാൻ സ്ഥലം തന്ന അദ്ദേഹം, എൻ്റെ പ്രിയപ്പെട്ട അദ്ദേഹം, നമ്മളെയൊക്കെ വെറുതെ വിട്ടേക്ക്, മാന്യമായിട്ട് വിമർശിക്കാം, അതിൽ തെറ്റൊന്നുമില്ല. പിടികിട്ടിയോ? നിങ്ങളെപ്പറ്റി കള്ളക്കഥ പറയാനോ അല്ലെങ്കിൽ നിങ്ങളെ തെറി പറയാനോ ഒന്നും നമ്മൾ വരുന്നില്ല. വിമർശനം നടത്താം, അല്ല എല്ലാം പോട്ടെ. പണ്ട് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഈ രേണുസുതി എന്ന് പറയുന്ന സ്ത്രീക്കെതിരെ ഘോരം നിങ്ങൾ പ്രസംഗിച്ച സമയത്ത്, ആ സമയത്ത് നിങ്ങൾക്ക് വേണമായിരുന്നല്ലോ ഈ യൂട്യൂബേഴ്സിനെയൊക്കെ. വേണമായിരുന്നല്ലോ. നിങ്ങൾക്കെതിരെ ശബ്ദിച്ചാൽ ഉടനെ അകത്തിടുക. അതൊരു നല്ല നയമാണോ ചേട്ടായി? അത് നല്ല നയമാണോ? അല്ല, ഒരു സംശയം ചോദിക്കുന്നതിന് കുഴപ്പമുണ്ടോ? ഇനി അതും തെറ്റാണോ? പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക് തരിക. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വിലയുണ്ട്, കമൻറ്റ് ബോക്സ് ഉണ്ട്. വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സിൻ്റെ തൊട്ടപ്പുറം ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിച്ചാൽ അതിലൊന്ന് ക്ലിക്ക് ചെയ്തേക്കുക കേട്ടോ. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. അറിഞ്ഞു കാണുമല്ലോ, സന്ദീപ് റീൽസ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഉടമസ്ഥൻ സന്ദീപ് എടപ്പാൾ, പുള്ളി ഇന്നലെ പോലീസുകാർ വീട്ടിൽ വന്ന് അങ്ങ് പൊക്കി എടുത്തുകൊണ്ട് പോയി. ഇന്ന് രാവിലെ പുള്ളി ജാമ്യത്തിൽ ഇറങ്ങുകയൊക്കെ ചെയ്തു, സ്റ്റേഷൻ ജാമ്യത്തിൽ. അപ്പോൾ ഇന്നലെ രാത്രിയിൽ രേണു ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. രേണുവിൻ്റെ പ്രിയങ്കരനായ ഫാദർജി, അച്ഛൻ, അതായത് സ്വന്തം പിതാവ്, ഇന്നലെ ആ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് നിപ്പുണ്ടായിരുന്നു. സന്ദീപിനെ അങ്ങനെ കൊണ്ടുവരുമ്പോഴത്തേക്ക് അതൊക്കെ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് സന്തോഷിച്ച് ഉല്ലസിച്ച് അവിടെ നിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ രേണു ഇന്നലെ രാത്രിയിൽ ഷെയർ ചെയ്തിരിക്കുന്നത് ഓക്കെ, മനസ്സിലാക്കാം. അതിനുശേഷം പിന്നെ തുരുതുരുതിര എൻ്റെ പൊന്നാര ചേച്ചി, നിങ്ങളുടെ ഈ കീമോ ഒക്കെ ഒന്ന് കഴിയട്ടെ, ആ സർജറി ഒന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ റീൽസ് ഒക്കെ ചെയ്യാൻ ഇറങ്ങിക്കോ. ഈ റീൽസ് ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഉണ്ടോ? എനിക്കറിയത്തില്ല. യൂട്യൂബിൽ വീഡിയോ പോയാൽ ഓക്കെ, മനസ്സിലാക്കാം. ഇവിടെ ഇത് ചെയ്യുന്നതുകൊണ്ട് പിന്നെ നിങ്ങളുടെ സന്തോഷത്തിന് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആയിക്കോ. പക്ഷെ തൽക്കാലം ഇപ്പോഴത്തെ നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻ വെച്ച് അത് ചെയ്യാതിരിക്കുക. ഈ കോപ്രായങ്ങൾ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോഴത്തേക്ക് നാട്ടുകാർ വന്ന് ഓരോന്നൊക്കെ പറയും. നാട്ടുകാർ പറയുന്നത് കേൾക്കണ്ട, വിടൂ, മൈൻഡ് ചെയ്യണ്ട. പക്ഷെ ഇത് നിങ്ങൾക്ക് തന്നെ ദോഷമായി മാറും. അതെന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത്? അല്ലെ, ഇതുപോലെ നമുക്ക് പറയാൻ സാധിക്കില്ലേ? ഇങ്ങനെ പറഞ്ഞാലും ഇനി അത് പ്രശ്നമായിട്ട് മാറുമോ? കുറെ ആളുകൾ ഇപ്പോഴും പറയുന്നുണ്ട് ഇവർക്ക് അസുഖമൊന്നുമില്ല, കണ്ടില്ലേ. അങ്ങനെ പറയുന്നത് നിങ്ങൾ ഈ കിടന്ന് കാണിക്കുന്ന കണ്ടുവിട്ടാ ചേച്ചി. നിങ്ങൾ തൽക്കാലം ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെക്ക് ഈ ഇൻസ്റ്റയിലെ പരിപാടികൾ. നമുക്ക് എന്തായാലും ചേച്ചിയുടെ ഇൻസ്റ്റാഗ്രാം ഒന്ന് പോയി നോക്കാം കേട്ടോ. നമുക്കത് അവിടെ നിന്ന് തുടങ്ങാം, എന്നിട്ട് നമുക്ക് സന്ദീപിലേക്കൊക്കെ പോവാം. അപ്പോൾ സന്ദീപ് കുറച്ച് മുമ്പ് ഒരു ലൈവ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലൈവൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ സന്ദീപ് പറയുന്നുണ്ട്, നമുക്ക് അതൊക്കെ കേൾക്കാം. അതിനെക്കാട്ടിലും പ്രധാനപ്പെട്ടതെന്നല്ല, എന്നാലും നമുക്ക് നമ്മുടെ അല്ലെങ്കിൽ ആരുടെയൊക്കെയോ പ്രിയങ്കരിയായ രേണു ചേച്ചിയുടെ ഇൻസ്റ്റാഗ്രാം നമുക്ക് നോക്കാം. അപ്പോൾ രേഷ്മ പി തങ്കച്ചൻ 4,76,000 ഫോളോവേഴ്സ് ഉണ്ട്, നല്ല കാര്യം. ഇങ്ങനെ താഴത്തേക്ക് പോകുമ്പോഴത്തേക്ക് ഇതെന്തോ സംഗതി, ഇതിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇട്ടതാണെന്ന് തോന്നുന്നു, നോക്കട്ടെ. പാട്ടുണ്ട്, വേണ്ട. കരച്ചിലാണ്. കുട്ടിയൊക്കെ ഉണ്ട്, ഞാൻ അതുകൊണ്ട് അത് കാണിക്കുന്നില്ല, അത് ശരിയല്ല. കരച്ചിലാണ് എന്തായാലും ചേച്ചി. എൻ്റെ പൊന്നെ, ഇവരെ നിങ്ങൾക്ക് അറിയാവോ? ഇവർ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കണോ? എനിക്ക് കേൾക്കണ്ട. എനിക്ക് പണ്ടേ അയ്യോ, ദ റിയാലിറ്റി ബൈ ശാരിക. അവർക്ക് മാത്രം വിമർശിക്കാം, വേറെ ആരും അവരെ വിമർശിക്കാൻ പാടില്ല. പിടികിട്ടിയോ? അവർ പറയുന്നത് മാത്രമാണ് സത്യം. ആ ഒരു മെൻറ്റാലിറ്റി ഉള്ള ഒരാളാണ് എനിക്ക് താല്പര്യമേ ഇല്ല. തെറ്റുകുറ്റങ്ങൾ എല്ലാവർക്കും പറ്റും. അപ്പം ഞാൻ പറയുന്ന എല്ലാം ശരിയായിരിക്കണമെന്നൊന്നും ഞാൻ പറയില്ല, തർക്കിക്കില്ല. പക്ഷെ ഇവർ തർക്കിക്കും, അതാണ് ഈ ചേച്ചി. അതുകൊണ്ട് തന്നെ എനിക്ക് ചേച്ചിയെ താല്പര്യമില്ല. നമുക്ക് അങ്ങോട്ട് മാറ്റിക്കളയാം. അത് കഴിയുമ്പോഴത്തേക്കും മറ്റേ ഡോക്ടർ ബിന്നി, പിന്നെ അവരുടെ ഭർത്താവ്, എനിക്കൊന്ന് രേണുവിനെ കാണാൻ ചെന്നിട്ടുണ്ടായിരുന്നു. ബിഗ് ബോസിലുണ്ടായിരുന്ന ആൾക്കാരായിരുന്നു, നല്ല കാര്യം. പിന്നെയും രേണു 4 മണിക്കൂർ മുമ്പേയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. എൻ്റെ പൊന്നാര രേണു, തൽക്കാലത്തേക്ക് നിർത്തി രേണു.
നിങ്ങളുടെ സന്തോഷം മനസ്സിലാക്കുന്നു. ഞാൻ വീണ്ടും അതാ പറയുന്നത്, നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്ന ഇതൊക്കെ ചെയ്യുമ്പോഴായിരിക്കും. പക്ഷെ തൽക്കാലം ഈ ഫോൺ മാറ്റിവെക്ക്. ബാക്കി വേറെ എന്തെങ്കിലും വായിക്കുകയൊക്കെ ചെയ്യും. നിങ്ങൾ നല്ല കാര്യം അതൊക്കെ, എന്തെങ്കിലും വായിക്ക്. രേണുവിൻ്റെ ചേച്ചിയോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ ഈ ചെല്ലുന്നവരൊക്കെ എന്തെങ്കിലും ബുക്കുകളൊക്കെ കൊണ്ട് കൊടുക്കും, വായിക്കട്ടെ, കുറച്ച് അറിവ് അങ്ങനെ നേടട്ടെ. ഈ ഫോൺ പരിപാടി ചേച്ചിക്ക് പണിയാകാനാണ്. ഓക്കെ, കമൻറ്റുകളും കാണുമല്ലോ എന്തൊക്കെയാണ്, നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ നോക്കിപ്പോകാം. രേണു നീ ജീവിതത്തിലേക്ക് തിരിച്ചു വരും, ശാലിനിയുടെ ചായയുണ്ട്, ഒരു ഹായ് തരുമോ രേണു, രേണുവിനെ കാണാൻ ഞാനൊന്ന് വന്നോട്ടെ, വരൂ, സ്ട്രോങ് ലേഡി ആയിട്ട് തന്നെ ഇരിക്കൂ കേട്ടോ. നല്ല കാര്യം, നന്നായിട്ട് തന്നെ. ഞാൻ പറയുന്നത് കേട്ടില്ലേ, ഞാൻ കുറേ ദിവസങ്ങളായിട്ട്, അല്ലെങ്കിൽ ഇവർക്ക് ഈ അസുഖം ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ പറയുന്നൊരു കാര്യം, അവരുടെ അസുഖമൊക്കെ അതൊക്കെ മാറട്ടെ, അത് മാറണം. അല്ലെങ്കിൽ അത് ആർക്കാണെങ്കിലും, നമ്മുടെ ഒരു ശത്രുവിനാണെങ്കിൽ പോലും അങ്ങനെ ഒരു അസുഖമൊന്നും എനിക്ക് താല്പര്യമില്ല. പിടികിട്ടിയോ? മാറട്ടെ, അത് ഞാനും പ്രാർത്ഥിക്കാം. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ പൊന്നി ചേച്ചി ഓരോ കോപ്രായങ്ങൾ കാണിക്കാതിരി. ഇത് ഇന്നലെ ഇട്ടതാണേ. ഞാനൊന്ന് ചിരിച്ചോട്ടെ ഉള്ളു തുറന്ന്, ഇങ്ങനെ ചിരിച്ചോട്ടെ ഉള്ളു തുറന്ന്. എന്തിനായി ചിരിച്ചോട്ടെ ഉള്ളു തുറന്നത് നിങ്ങൾക്ക് അറിയണ്ടേ? ഒന്നുമില്ല, സന്ദീപിൻ്റെ വീഡിയോ ഇന്നലെ രാത്രി തന്നെ രേണു ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് അതൊന്ന് കാണാം. അതിനും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട്. മ്യൂസിക് ഞാൻ ഉള്ളത് കൊണ്ട് അങ്ങ് കട്ട് ചെയ്യാം കേട്ടോ. സന്ദീപ് എടപ്പാള് ഉള്ളിയെ പിടിച്ചോണ്ട് പോയി. രേണു ചേച്ചി ഇതൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. രേണു ചേച്ചി ഒരു കാര്യം മനസ്സിലാക്കണം. രേണു ചേച്ചി ഇതിനെ ഈ വീഡിയോ ഇതൊക്കെ ഇങ്ങനെ കാണിക്കുന്ന ഈ തമ്മിലൊക്കെ ഇതിന്റെ പേരിലല്ല സന്ദീപിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിരിക്കുന്നത്. രേണു ചേച്ചിയുടെ പരാതിയുടെ പുറത്തൊന്നും അല്ല. സന്ദീപിനെ കാറിലൊക്കെ ആവുന്നത് അല്ലേ, ജീപ്പിലൊന്നും അല്ല. ഓക്കെ, നോട്ടീസൊക്കെ അയച്ചെന്ന് തോന്നുന്നല്ലേ. നോട്ടീസൊക്കെ അയച്ചിട്ട് ഒരു പുള്ളിക്ക് സ്വയമേ വരാനൊരു സമയം കൊടുത്തില്ല. അതിന് മുന്നേ വീട്ടിൽ കയറി എടുത്തോണ്ടെങ്കിൽ പോകുന്നല്ലേ. ഒന്ന് ഡോറൊക്കെ തുറന്നു കൊടുത്തൊക്കെ സന്ദീപിനെ വേറെ ലെവലിലാണല്ലോ. അല്ല, പുള്ളിക്ക് നോട്ടീസ് അയച്ചത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പുള്ളിക്ക് വരാനായിട്ടുള്ളൊരു സമയം പോലും കൊടുത്തില്ലെന്നാണ് തോന്നുന്നത്. അപ്പം തന്നെ വന്ന് തൂക്കിയെടുത്തോണ്ടങ്ങ് പോകുമായിരുന്നു. അയ്യോ എൻ്റെ പൊന്നെ, അതാരാന്ന് മനസ്സിലായോ? നമ്മുടെ സ്വന്തം തങ്കഞ്ചേട്ടൻ അവിടെ നിൽപ്പുണ്ട്. തങ്കഞ്ചേട്ടൻ്റെ സ്വന്തം സ്റ്റേഷനാണെന്ന് തോന്നുന്നു, കോട്ടയത്താണ്. അപ്പം എന്താണെങ്കിലും സന്ദീപിനെ ഇന്നലെ രാത്രിയിൽ തൂക്കി. ഇന്ന് സന്ദീപ് പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ആ നിൽക്കുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ പരാതിയിലാണ് തൂക്കിക്കൊണ്ട് പോയത്, അല്ലാതെ വേറെ ആരുടെയും പരാതിയിലൊന്നും അല്ല എന്നാണ്. ഒരു പ്രതിയാണല്ലോ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഒരുപാട് വീഡിയോകൾ ഇങ്ങനെ യൂട്യൂബിൽ വന്നിട്ടുണ്ട്. പല യൂട്യൂബേഴ്സ് വീഡിയോ ഇട്ടു. അതിൽ വേറെ കുറച്ച് ആൾക്കാരുടെ പേരിൽ കൂടെ പരാതി നൽകിയിട്ടുണ്ട്. അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അവരെ പോലീസ് സൈബർ ഡിപ്പാർട്ട്മെന്റ് അതിന്റെ അന്വേഷണത്തിന് നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. തുടർന്ന് തീർച്ചയായിട്ടും വേണ്ട മേൽ നടപടികൾ സ്വീകരിക്കുമെന്ന് ഇവിടുത്തെ പോലീസ് മേലധികാരികൾ എന്നോട് അറിയിച്ചിട്ടുണ്ട്. അവർക്കെതിരെ അധികം വൈകാതെ തന്നെ നടപടികൾ ഉണ്ടാകും. അവർ നിരീക്ഷണത്തിലാണ് എന്നാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എനിക്കിപ്പോൾ അവരെന്നോട് അറിയിക്കുവാനിടയായത്. നമ്മളൊക്കെ നിരീക്ഷണത്തിലാണോ? ആണോ? എനിക്കറിയില്ല കേട്ടോ. നമ്മളുമൊക്കെ നിരീക്ഷണത്തിലായിരിക്കും. രേണു 16 മണിക്കൂർ മുമ്പ്, അതായത് ഇന്നലെ പാതിരാത്രിയിലൊക്കെ എൻ്റെ പൊന്ന് ചേച്ചി നിങ്ങൾ ഈ കുത്തിയിരുന്ന് ഈ കമൻ്റൊക്കെ ഇടായിരിക്കുവാണോ? നിങ്ങൾക്ക് ശരീരം നോക്ക് പെങ്ങളെ. കേരള പോലീസ് പൊളി, താങ്ക് യു. ബാക്കിയുള്ളവർ ചെവിയിൽ നുള്ളിക്കോ. ഭീഷണിയാണോ? നന്നായി, ഇവനൊരു കൂടുതലാണ്, അടിപൊളി, വെരി ഗുഡ്. ഒരു ബീവി ഉണ്ടല്ലോ, അവളെ കൂടി പ്രതികരിച്ചു തുടങ്ങി. അങ്ങനെ കമൻറ്റുകളൊക്കെ എനിക്ക് തോന്നുന്നു അത്യാവശ്യം രേണു സുധിക്ക് സപ്പോർട്ടീവായിട്ടാണ്. നല്ല കാര്യം, അവരെ സപ്പോർട്ട് ചെയ്യൂ. ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യേണ്ടതൊന്നും ആരോടും പറയുന്നില്ല കേട്ടോ. എല്ലാം നിങ്ങളുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾ, നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നതും കാണിക്കുന്നതും ഒക്കെ നിങ്ങളുടെ ഇഷ്ടങ്ങൾ. അതിനകത്ത് ഒരിക്കലും വന്ന് അങ്ങനെ ചെയ്യല്ലേ ഇങ്ങനെ ചെയ്യല്ലേ എന്നൊന്നും പറയാൻ ഞാനാളല്ല. പക്ഷെ ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ട് പോകുന്നു, ആരുടെയൊക്കെ പ്രിയങ്കരിയായ രേണു ഫോണൊക്കെ ഒന്ന് മാറ്റി വെച്ചാൽ നിങ്ങൾക്ക് തന്നെ കൊള്ളാം. ഓക്കെ, തൽക്കാലമെങ്കിലും ഈ സാധനമൊക്കെ ഒരു സൈഡിൽ കൂടെ നടന്നോട്ടെ. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കൂ. ഇതിപ്പോൾ നിങ്ങളുടെ മറ്റേ തമ്മിൽ നിങ്ങൾക്കെതിരെ പുള്ളി ചെയ്ത വീഡിയോയുടെയൊക്കെ തമ്മിൽ എടുത്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളുടെ കേസിൻ്റെ പുറത്താണെന്ന് എനിക്ക് തോന്നുന്നില്ല. മറ്റേ നിങ്ങൾക്ക് വീട് വെക്കാൻ സ്ഥലം തന്ന ആ മഹത് വ്യക്തിയുടെ കേസിൻ്റെ പുറത്താണ്. പിടികിട്ടിയോ? അതിൻ്റെ കേസിൻ്റെ പുറത്താണ് പുള്ളിയുടെ. എനിക്ക് എൻ്റെ അറിവ് വെച്ചിട്ട് ഈ വ്യക്തി നമ്മുടെ സന്ദീപ് എടപ്പാൾ കുറച്ചായിട്ട് ഇങ്ങനെ വീഡിയോ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. ആ വ്യക്തിക്കെതിരെ, ആ വ്യക്തിയുടെ കുറേ കാര്യങ്ങളൊക്കെ. അത് പേരൊന്നും പറഞ്ഞല്ല, ഡയറക്റ്റ് അല്ല, ഇൻഡയറക്റ്റ് ആയിട്ട് സ്റ്റോറി, ഒരു കഥ പറയുന്നത് പോലെ പുള്ളി ഇങ്ങനെ പറഞ്ഞു പൊയ്ക്കൊണ്ടിരുന്നു. പുള്ളി ആരുടെയും പേരും പറഞ്ഞില്ല, തമ്മിലിൽ ഫോട്ടോയും ഒക്കെ ബ്ലറാക്കിയോ എന്തൊക്കെയോ ചെയ്തിരിക്കുന്നത്. പക്ഷെ മനസ്സിലായോ? കൊണ്ടു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ഇരിക്കുമോ? ഇല്ല, നമ്മളെ കുത്തിയിട്ടാണ് പറയുന്നത്. നമ്മളിൽ എന്തൊക്കെയോ സാധനങ്ങൾ, നമ്മുടെ പഴയ കാലത്ത് നമ്മൾ ചെയ്ത എന്തൊക്കെയോ ആണ് ഇവൻ നമ്മുടെ പേര് പറയാതെ പറയുന്നത് എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ വെറുതെ ഇരിക്കത്തില്ല, നമ്മളങ്ങോട്ട് ഇറങ്ങും. അങ്ങനെ ഇറങ്ങിയതായിരിക്കാം, എനിക്കറിയില്ല, സത്യമാണെന്ന് അറിയത്തില്ല കേട്ടോ. ഒരു സംശയം പറയാലോ, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം.
ഇല്ലെങ്കിൽ എന്തിനാണ് ഇത്ര അങ്ങോട്ട് പിടിച്ചു കുത്തി ഇറങ്ങാൻ? അല്ല, ചോദ്യം വേറൊരെണ്ണം കൂടെ ഉണ്ട്. അന്ന് ഈ രേണുസുതിക്കെതിരെ നിന്ന് ഘോര പ്രസംഗിച്ച സമയത്ത് ഇദ്ദേഹത്തിനെ പൊക്കിയെടുത്തപ്പോഴത്തേക്ക് യൂട്യൂബേഴ്സൊക്കെ നല്ലവരായിരുന്നു. അല്ല, ആയിരുന്നു, അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അങ്ങ് മോശക്കാരും അവരെ അങ്ങോട്ട് കേസിൽ അങ്ങോട്ട് കയറ്റി ഇറക്കി പോലീസ് സ്റ്റേഷനിൽ ഇട്ട് അങ്ങ് എത്തി. വാട്ട് ഈസ് ദാറ്റ്? എനിക്ക് മനസ്സിലാവുന്നില്ല. അതിൻ്റെ ഒരു ഉദ്ദേശശുദ്ധി ഒന്നും എനിക്ക് പിടി കിട്ടുന്നില്ല. വോട്ടവോ എന്തെങ്കിലും ആയി പൊക്കോട്ടെ. എന്താണെങ്കിലും സന്ദീപ് ഇന്ന് രാവിലെ പുറത്തിറങ്ങി. സന്ദീപിനെ എന്നും പിടിച്ചങ്ങ് ജയിലിലിടാനൊന്നും പറ്റത്തില്ലല്ലോ. സന്ദീപ് അത്ര വലിയ, ഞാൻ പറഞ്ഞല്ലോ, പുള്ളിയുടെ വീഡിയോകളിലൂടെ പുള്ളി സ്റ്റോറി, ഒരു കഥ പറയുന്ന രീതിയിൽ ആരുടെയും പേര് പറയാതെ ഈ വീട് വെക്കാൻ സ്ഥലം കൊടുത്ത അദ്ദേഹത്തിനെ പറ്റിയൊക്കെ എന്തൊക്കെയോ കഥകൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പറഞ്ഞ പോലെ അതിൻ്റെ പേരിൽ എനിക്ക് മനസ്സിലാവുന്നില്ല, കൊണ്ടതായിരിക്കാം. അപ്പം എന്താണെങ്കിലും സന്ദീപ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇനി നമുക്ക് അത് കേൾക്കാം. എന്നിട്ട് ബാക്കി പറയുന്നതായിരിക്കും അതിൻ്റെ ഒരു ശരി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സന്ദീപിനെ മറ്റേ അങ്ങ് ഇല്ലാതാക്കും, മറ്റേ അവിടെ ഇട്ട് വേറെ ഏതോ ഒരു അനീഷ് വ്ലോഗോ അങ്ങനെ ഒരു വ്യക്തിയുടെയൊക്കെ പേര് പറയുന്നത് കേട്ട് ഇവരെല്ലാവരും പറയുന്നുണ്ട് അവൻ ഭയങ്കര രേണു സപ്പോർട്ടീവാണ്. ആയിക്കോളൂ, രേണുവിനെ സപ്പോർട്ട് ചെയ്തോളൂ, വേണ്ടതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ മണ്ടത്തരങ്ങൾ വിളിച്ച് പറയാതിരിക്കുക. ഈ കേസിൻ്റെ പുറത്തൊന്നും ആരെയും മറ്റേ അങ്ങ് തീർക്കാനൊന്നും പറ്റത്തില്ല മോനെ അകത്തിട്ടിട്ട്. പ്രത്യേകിച്ച് ആ വ്യക്തി തെറിയോ അല്ലെങ്കിൽ വളരെ അധിക്ഷേപിച്ച്, ഈ അടുത്ത ഒരാളുണ്ടായിരുന്നല്ലോ, കമന്റ് ബോക്സിൽ തന്നെ ഒരാളുടെ പേര് പറയുന്നുണ്ടല്ലോ, എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്? അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടോ? എനിക്കറിയത്തില്ല. എന്താണെങ്കിലും നമുക്ക് സന്ദീപ് ഇനിയും പറയുന്ന കാര്യങ്ങൾ കേൾക്കാം, എന്നിട്ട് ബാക്കി. സെൻട്രൽ ജയിലിലാണ് ഇപ്പൊ കിടക്കുന്നത്. അനീഷ് വ്ലോഗിനൊക്കെ ആരാണോ ഇൻഫർമേഷൻ കൊടുത്തത്? ജാമ്യം കിട്ടിയിട്ട് പോണ വഴിയാണ്. ഇവിടെ റൂമിൽ കയറിയിട്ട് ഒന്ന് കുളിക്കണം, ഒന്ന് പല്ലേക്കാണ്ട്, പല്ലേച്ചില്ല, പിന്നെ പറ്റുമെങ്കിൽ ഒന്ന് തൂറണം. അനീഷേ, തൂറിയിട്ടൊക്കെ പോളൂട്ടാ. എടാ, അനക്ക് എന്തിന്റെ കേടാടാ? വല്ലവരും എറിഞ്ഞിരുന്ന അപ്പക്കാഷ്ണം തിന്നിട്ട് ഊളത്തരം പറഞ്ഞിരിക്കാൻ എനിക്കത് വേറെ പണിയില്ലേത് ചോദിക്കാനുള്ളത്. ജാമ്യം കിട്ടാത്ത ഒരു കേസിലല്ല പിടിച്ചു കൊണ്ടുവന്നിട്ടുള്ളത്. ജാമ്യം കിട്ടിയിട്ടുണ്ട്, അതും സ്റ്റേഷൻ ജാമ്യത്തിൽ തന്നെയാണ് പുറത്തിറങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഒന്നേ പറയുന്നുള്ളൂ, സത്യസന്ധമായിട്ട് വീഡിയോ ചെയ്തിട്ടുള്ളത്, സത്യസന്ധമായിട്ട് തന്നെ വീഡിയോ ഞങ്ങോട്ട് ചെയ്യാനും ആഗ്രഹിക്കുന്നത്, ഇനിയും അങ്ങനെ തന്നെ മുന്നോട്ട് പോകുക തന്നെ ചെയ്യുന്നുള്ളതാണ്. ഇനി ഓലപ്പാമ്പിനെ കാണിച്ച് പേടിപ്പിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതൊന്നും ഇവിടെ വേണ്ട. അത് നടപ്പിലാവുന്ന കാര്യമല്ല. അത് ആരോടാ പറഞ്ഞതെന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്നുള്ളതാണ്. നീതിക്ക് വേണ്ടി ഏതറ്റം വരെ പോകുന്നല്ല പറഞ്ഞുള്ളത്. ഞങ്ങൾക്ക് എന്താ അറ്റം വല്ല മതിൽ കെട്ടി അടച്ചു വെച്ചിട്ടുണ്ടോ? അതിൻ്റെ അപ്പുറത്തേക്ക് വേണമെങ്കിൽ നമ്മളും പോകുന്നുള്ളതാണ്. ഇപ്പോഴും സത്യസന്ധമായിട്ടാണ് നിൽക്കുന്നത്, എന്നും സത്യസന്ധമായിട്ട് തന്നെ നിൽക്കുള്ളൂ. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ എന്നും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഈ ഒരു നിലയിൽ എത്തി നിൽക്കുന്നത്. 2,40,000 ഫോളോവേഴ്സ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്നേഹം കൊണ്ടും നിങ്ങളുടെ ഇഷ്ടം കൊണ്ടും മാത്രമാണെന്നുള്ളതാണ്. സപ്പോർട്ട് ചെയ്യുന്ന ഒരു സപ്പോർട്ട് അറിയിക്കുക. കൂടുതൽ ഡീറ്റെയിൽസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൃത്യമായിട്ട് പറഞ്ഞുതരാം. കേസ് ഫയൽ എന്താണ്, കേസ് ഡീറ്റെയിൽസ് എന്താണെന്ന് എല്ലാം പറഞ്ഞുതരാം. അപ്പോൾ ഉണ്ണാക്ക് കാണിച്ച് പേടിപ്പിക്കാനൊന്നും ആരും വിചാരിക്കണ്ട കേട്ടാ. വണ്ടിയിലാണ് നമ്മളെ ഫോണങ്ങ് പോയി കിട്ടിയിട്ട് കേട്ടോ. ഫോണൊക്കെ അതാണ് ഇതിൻ്റെ ഒരു കുഴപ്പം. 2 ഫോണ്, ലാപ്ടോപ്പ് ഇതൊക്കെ പോയി. ഇനിയെങ്കിലും വീഡിയോ ചെയ്യുന്ന ആളുകൾക്ക് ചെറിയൊരു ഹിന്റ് തരാം. സ്വന്തം ഫോണ്, അതായത് മൊബൈൽ ഇല്ലേ, വീഡിയോ എടുക്കുന്ന സമയത്ത് സിമ്മൊന്നും ഇല്ലാത്ത ഏതെങ്കിലും ഫോണിൽ എടുക്കുക, സിമ്മൊന്നും ഇല്ലാത്ത ഏതെങ്കിലും ഫോണിൽ എഡിറ്റ് ചെയ്യുക. ഒക്കെ സിമ്മില്ലാത്ത ആവശ്യമില്ലാത്ത എടുത്താൽ മതി. നല്ല ഫോണായിട്ട് ഉപയോഗിച്ചാൽ ഒരു പണിയാണ്. അതൊരു പാടാണ്. പാടങ്ങൾ ഒരുപാട് വേണമല്ലോ. ഒരുപാട് ഉണ്ടാക്കിയല്ലേ കായ്, അതിൽ കുറച്ച് കായ് ഇറങ്ങട്ടെ അല്ലേ. കുറച്ച് കോടതിയിൽ ഇറങ്ങും. കുറേ ആൾക്കാർ കുറേ ആൾക്കാർ കമൻറ്റ് ഇടുന്നുണ്ട്. വണ്ടി ഓടുന്നത് കൊണ്ട് എനിക്ക് വല്ലാണ്ട് മനസ്സിലാവണില്ല. എന്തായാലും കൂടെ നിൽക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കട്ടക്ക് സപ്പോർട്ട് ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യാനും കൂടെ നിൽക്കുക, അത്രേ പറയുന്നുള്ളൂ. അപ്പോൾ കുരയ്ക്കും പട്ടി കടിക്കില്ല, കുരക്കട്ട കിടന്നിട്ട് വല്ലാണ്ട് കുറച്ച് ആളുകൾ എന്താ ചെയ്യുക, അത് തന്നെ നമ്മളൊക്കെ കണ്ട് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ അനീഷ് ബ്രോ, എനിക്ക് ജാമ്യം കിട്ടിയെന്ന് ആരെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ പോയിട്ട് പറഞ്ഞു കൊടുക്കണം കേട്ടോ അനീഷ് ബ്രോയിനോട്. അദ്ദേഹത്തിനോട് എനിക്ക് യാതൊരു തരത്തിലുള്ള വെറുപ്പും വിദ്വേഷമൊന്നുമില്ല. കണ്ടന്റ് കിട്ടുമ്പോൾ എടുത്തങ്ങ് ചെയ്യുന്ന ആളുകളാണല്ലോ, ചെയ്യട്ടെ. അപ്പോൾ വരാം വീട്ടിലെത്തിയിട്ട്. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്. ഇവിടെ വേറൊരു റിയാക്ഷൻ ചാനലുകാരനോട് നമുക്ക് ദേഷ്യമൊന്നും തോന്നിയിട്ട് കാര്യമൊന്നുമില്ല. സന്ദീപ് ബ്രോയും അത് തന്നെയാണ് പറയുന്നത്. മറ്റേ അനീഷ് എന്തോ പറയുന്ന ഒരാൾ, അയാൾ കംപ്ലീറ്റ്ലി ആ ഒരു വീട് കൊടുത്ത വ്യക്തിക്കും രേണു ചേച്ചിക്കും ഒക്കെ കംപ്ലീറ്റ്ലി ബ്ലൈൻഡ്ലി സപ്പോർട്ടീവാണ്. മുന്നോട്ട് പോവുക, ചേട്ടൻ അങ്ങനെ പോവുക, ചേട്ടൻ്റെ ഇഷ്ടമാണ്. യുവർ പെർസ്പെക്റ്റീവ്, കണ്ടന്റ് മാറ്റേഴ്സ് ഫോർ എവ്രി വൺ. നിങ്ങൾക്കും നമുക്കും സന്ദീപേട്ടനും എല്ലാവർക്കും, മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. അതിന് നിങ്ങളോട് പ്രത്യേകിച്ച് വൈരാഗ്യം തോന്നേണ്ട കാര്യമൊന്നുമില്ല. ആ പുള്ളി എന്തൊക്കെയോ ഇരുന്ന് ഗുണമൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ആ പുള്ളിയെ എന്നെ ഫോളോ ചെയ്യുന്ന ഒരാളല്ല, ഞാൻ കണ്ടിട്ടുമില്ല. വീഡിയോ പണ്ട് എവിടെയോ 1-2 വീടെന്തോ ഇങ്ങനെ
നമുക്ക് റെക്കമെൻഡേഷനിൽ വന്നു പോയിട്ടുണ്ട്. അല്ലാതെ ഞാൻ ഈ ഒരു വിഷയത്തിലൊന്നും കണ്ടിട്ടില്ല. പക്ഷെ അറിയാൻ സാധിച്ച ഇതാണ്, അവരെ ഗംഭീരമായിട്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ പെർസ്പെക്റ്റീവ്, നിങ്ങളുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ അവരാണ് ശരി എന്ന് തോന്നുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ആ വീട് വെക്കാൻ സ്ഥലം കൊടുത്ത ആ ഒരു വ്യക്തി അന്ന് എതിർത്ത് നിന്നു, ഇന്ന് യോജിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ പുള്ളി പറയുന്നതിനകത്ത് ഒരൊറ്റ റീസൺ, ഒരു കാരണം മാത്രം ഞാൻ പുള്ളി പറയുന്നതിനകത്ത് യോജിക്കുന്നുണ്ട്. അത് വേറൊന്നുമല്ല, വയ്യാത്തൊരവസ്ഥയിലിരിക്കുന്ന ഒരാൾ, അയാളെ നമ്മൾ കൂടെ നിൽക്കണം, മനസ്സിലാക്കുന്നു, അതിന് നമ്മൾ നിൽക്കുന്നു. ഞാൻ ആ വ്യക്തി പറഞ്ഞതിനകത്ത് ഒരിക്കലും നമ്മുടെ നിലപാട് ചില സമയത്ത് നമ്മൾ മാറ്റേണ്ടി വരും, ആയിക്കോ. പക്ഷെ അപ്പറേ വേറൊരു പയ്യനുണ്ട്, കിച്ചു. അവിടെയാണ് പെട്ടെന്ന് മുറികണ്ട് കളി പിരിഞ്ഞു പോയത്. ജനങ്ങൾ പോലും ആ വ്യക്തിക്കെതിരെ ആവാൻ കാരണം അവിടെയാണ്. അല്ലേ? ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. നിങ്ങളുടെ താഴെ കമന്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.